ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കരിക്ക് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് കരിക്ക് വേണം. കരിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ നന്നായിട്ട് തിളച്ച് അതായത് കരിക്ക് വെള്ളത്തിൽ നിന്ന് ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഏതാണ്ട് ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പകുതി വേവിച്ച് വെച്ച ചവ്വരി ഉണ്ട്, അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. രണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർക്കേണ്ടത്. 250 ഗ്രാം ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിരുന്നത്. അതിൻ്റെ പാനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കണം. 1-ാം പാലും 2-ാം പാലും എടുത്തിട്ട് മാറ്റി വെക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് വലിയൊരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2-ാം പാൽ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായി തിളപ്പിച്ചിട്ട് അത് ഒന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പായസം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വറവിടാം. അപ്പോൾ അതിന് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നമുക്കത് നന്നായിട്ട് വറുത്തെടുക്കാം. വറവിട്ടതിന് ശേഷം പായസം ഒന്ന് തിളയൊക്കെ നിന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1-ാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം തിളയൊക്കെ നിന്നതിന് ശേഷം മാത്രമേ ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അപ്പം തിളയൊക്കെ നിന്നതിന് ശേഷം ഓഫ് ചെയ്ത് തിളയൊക്കെ നിന്നിട്ട് നമ്മൾ 1-ാം പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെടുക്കുന്ന കരിക്ക് ക്രഷ് ചെയ്തെടുക്കുന്നത് നമുക്കതിൽ നിന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാലേ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജിയൊക്കെ ഉണ്ടാകുന്നു. അപ്പം ഓക്കെ, താങ്ക് യു.